ജാസ്മിൻ ഔട്ടായത് എങ്ങനെയാണ്? പട്ടിക്കൂടിനകത്തിട്ട് അടച്ചു കൊണ്ടുപോയി. അതെ, എന്താണ് ജാസ്മിൻ ഔട്ടായതിൻ്റെ പിന്നിൽ നടന്ന യഥാർത്ഥ സംഭവം? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി ഋഷി ഔട്ടായതും പിന്നെ അഭിഷേക് ഔട്ടായതും എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ജാസ്മിൻ ഔട്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ജാസ്മിൻ ഔട്ടാവുന്നത്, അതായത് ടോപ്പ് 3 അവർ സെലക്ട് ചെയ്യുന്നത് ഗാർഡൻ ഏരിയയിൽ 3 പട്ടിക്കൂടുകൾ വെച്ചിട്ടുണ്ടാവും. പട്ടിക്കൂടുണ്ടല്ല, അതുപോലത്തെ 3 കൂട് വെച്ചിട്ടുണ്ടാവും. ആ കൂടിനകത്ത് 3 കണ്ടസ്റ്റൻസിനോടും കയറി ഇരിക്കാൻ പറയും. കയറി ഇരിക്കുമ്പോൾ അത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പം 6 മല്ലന്മാർ വീട്ടിനകത്തേക്ക് കയറി വരും. ജാസ്മിൻ്റെ ഈ കൂടും എടുത്ത് താങ്ങി പിടിച്ചുകൊണ്ട് അവരങ്ങ് ഇറങ്ങി അങ്ങ് പോകും. ഒരുമാതിരി ലക്ഷ്മിപ്രിയ മോഡൽ എവിക്ഷൻ. ലക്ഷ്മിപ്രിയയെ ബൈക്കിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അതുപോലെ കൂട്ടിനകത്തിട്ട് അടച്ചു കൊണ്ടുപോയി. പട്ടിക്കൂട് എവിക്ഷൻ, കൂടെവിക്ഷൻ. കൂട്ടിനകത്തിട്ട് അടച്ചു കൊണ്ടുപോയി ജാസ്മിനെ, പൊക്കി എടുത്തുകൊണ്ട് പോയി അവർ. അങ്ങനെയാണ് എവിക്ഷൻ നടക്കുന്നത്. ജാസ്മിൻ അങ്ങനെയാണ് ഔട്ടായത്. ജാസ്മിൻ ഔട്ടായ മെത്തേഡ് ഇതാണ്. നമുക്ക് എപ്പിസോഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം വിശേഷമായിട്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.